നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സുദാമാവിൻ്റെ കഥയാണ്. സുദാമാവിൻ്റെ കൃഷ്ണൻ്റെയും കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ സുദാമാവ് എങ്ങനെയാണ് ഇത്രയും ദരിദ്രനായത് എന്ന കഥ അറിയോ? ആ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് ഒരു ദരിദ്രയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു വയസ്സായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഭിക്ഷ എടുത്തിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ചില ദിവസങ്ങളിൽ ഭിക്ഷ ചോദിക്കാൻ പോയാൽ പോലും അവർക്ക് ഭിക്ഷ കിട്ടില്ലായിരുന്നു. അവർക്ക് എന്ത് കിട്ടിയാലും അവർ ആദ്യം കണ്ണന് വെച്ചു കൊടുത്തിട്ടാണ് അവർ കഴിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം 2-3 ദിവസമായിട്ട് അവർക്ക് ഭിക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം അവർക്ക് രാത്രി ആയപ്പോൾ അവർക്ക് ഭിക്ഷ കിട്ടി. അത് കുറച്ച് കടലയായിരുന്നു. അപ്പോൾ രാത്രി ആയില്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ കണ്ണനോട് പറഞ്ഞു, ഇപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്, കടല കിട്ടിയിട്ടുണ്ട്, ഇന്നിപ്പോൾ ഇത്രയും നേരമായില്ലേ, ഇപ്പം നമ്മൾക്ക് വെള്ളം കുടിച്ചിട്ട് കിടക്കാം, നാളെ രാവിലെ ഞാൻ നിനക്കിത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അത് അവിടെ അടുത്ത് വെച്ചിട്ട് അവർ കിടന്നുറങ്ങി. ആ സമയത്തായിരുന്നു അവിടെ കള്ളൻ വന്നത്. കള്ളൻ വന്നപ്പോൾ എന്തോ ഒരു തുണിയിൽ എന്തൊക്കെ മടക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ കള്ളൻ വിചാരിച്ചു എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനമാവെന്ന് വിചാരിച്ചിട്ട് കള്ളൻ അതെടുത്തിട്ട് പോകുന്ന സമയത്താണ് ഈ അമ്മൂമ്മ ശബ്ദം കേട്ടിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞിട്ട് ഒച്ചയിടും. അപ്പം ആ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ഓടി വരും. അങ്ങനെ കള്ളൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് അവർ സന്ദീപനി മഹർഷീൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തെത്തും. അപ്പോൾ പിന്നെ ആ കള്ളൻ വിചാരിക്കും, ഇനി ഞാൻ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്നെ മനസ്സിലാക്കും ഇത് കള്ളനാണെന്ന്, അതുകൊണ്ട് ഇതിവിടെ ഉപേക്ഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അയാൾ അതവിടെ ഇട്ടിട്ട് പോകും. അങ്ങനെ നേരം വെളുത്ത സമയത്ത് ഈ സന്ദീപനി മഹർഷീൻ്റെ ഭാര്യ അവിടെ ഈ പൊതി കിടക്കുന്ന കാണുമ്പോൾ അതെടുക്കും. അത് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് കടലയാണ്. അപ്പോഴാണ് കൃഷ്ണനും സുദാമാവും കാട്ടിലോട്ട് വിറക് കൊണ്ടുവരാൻ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഗുരുവിൻ്റെ ഭാര്യ പറഞ്ഞു, ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളും, എന്നിട്ട് വിശക്കുമ്പോൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടലേൻ്റെ ഈ പൊതി കിട്ടിയപ്പോൾ സുദാമാവിൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ സുദാമാവാണെങ്കിൽ ത്രികാലദർശിയായിരുന്നു. സുദാമാവിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇത് കിട്ടിയപ്പോൾ സുദാമാവിന് മനസ്സിലായി, ഇങ്ങനെ ഈ വഴി കിട്ടിയ ഒരു കടലയാണത്. ഈ കടല ഭിക്ഷ യാചിച്ച് മേടിച്ച ആ അമ്മൂമ്മ ഉണ്ടല്ലോ, അവരാണെങ്കിൽ ശപിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കഴിക്കുന്ന ആള് ദരിദ്രനായി പോട്ടെ എന്ന് ശപിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ സുദാമാവിന് അതും മനസ്സിലാവും. അപ്പോൾ സുദാമാവാണെങ്കിൽ ഇതും പിടിച്ചിട്ടിങ്ങനെ ഇവർ രണ്ടുപേരും കാട്ടിലൂടെ പോവുകയാണല്ലോ. അപ്പോൾ സുദാമാവിനിങ്ങനെ മനസ്സിലാവും ഇതൊക്കെ കാര്യം ഇങ്ങനെയാണ്, ഇനി അത് കൃഷ്ണന് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ, കൃഷ്ണൻ എന്ന് പറയുന്നത് ആരാ? ഈ ലോകത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ദരിദ്രനാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഈ ലോകത്ത് മുഴുവൻ ദാരിദ്ര്യം പടരും എന്നാണല്ലോ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് സുദാമാവ് കൃഷ്ണൻ കാണാണ്ട് തന്നെ ആ കടല മുഴുവൻ കഴിക്കും. ഇനി അത് കൃഷ്ണൻ ചോദിച്ചാൽ കൃഷ്ണന് കൊടുക്കേണ്ടി വരില്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് സുദാമാവ് ആ ഒരു ശാപം സുദാമാവിലോട്ട് തന്നെ ഏറ്റെടുത്തത്. അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം പിന്നെ അവർ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഗുരുകുലത്തിലെല്ലാം പഠിത്തം കഴിഞ്ഞിട്ട് അവർ പിരിയും. അത് കഴിഞ്ഞ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സുദാമാവ് ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു ജീവിക്കേണ്ടായിരുന്നത്. ചില ദിവസം ഭിക്ഷ യാചിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരികയായിരുന്നു സുദാമാവിനും ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ സുദാമാവിൻ്റെ പത്നി സുദാമാവിനോട് പറയണത്, അങ്ങയുടെ കൂട്ടുകാരനെ കൃഷ്ണൻ എന്ന് പറയുന്നത് ഭയങ്കര പണമുള്ള ആളാണല്ലോ, രാജാവൊക്കെയാണല്ലോ, അതുകൊണ്ട് അങ്ങേക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് യാചിച്ച് കൊണ്ടുവന്നൂടെ, നമ്മൾക്ക് എങ്ങനെയും കഴിഞ്ഞു പോകാം. പക്ഷെ മക്കളാണെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കാറായിക്കണം, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ച് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് സുദാമാവിനെ നിർബന്ധിച്ച് വിടുന്നത്. സുദാമാവിനാണെങ്കിൽ കൃഷ്ണഭക്തിയിൽ ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം, അല്ലാണ്ട് കണ്ണനോട് പോയിട്ടൊന്ന് യാചിക്കണം എന്നൊന്നും സുദാമാവിന് ആഗ്രഹമില്ല. പക്ഷെ തൻ്റെ ഭാര്യേൻ്റെ നിർബന്ധത്തിന് സുദാമാവ് പോകാമെന്ന് വിചാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് സുദാമാവിൻ്റെ ഭാര്യ അവിടെയുള്ള വീടുകളിലൊക്കെ പിന്നെയും പോയിട്ട് ഭിക്ഷ യാചിക്കുമ്പോൾ കുറച്ച് അവിയൽ കിട്ടും. അതാണ് സുദാമാവിൻ്റെ ഭാര്യ പൊതിഞ്ഞിട്ട് സുദാമാവിൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്നത്. അങ്ങനെ സുദാമാവ് കണ്ണനെ അന്വേഷിച്ച് ഇങ്ങനെ വരുമ്പോൾ
ദ്വാരകേൻ്റെ മുമ്പിലെത്തും. ആ രാജ്യം എന്ന് പറയുന്നത് അത്രയും സമൃദ്ധമായൊരു രാജ്യമായിരുന്നു. അങ്ങനെ ദ്വാരകേൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ഭടന്മാരോട് സുദാമാവ് പറയും, കൃഷ്ണൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, സുദാമ വന്നിട്ടുണ്ടെന്ന് ഒന്ന് പറയുമോ എന്ന് പറയും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കൃഷ്ണൻ്റെ കൂട്ടുകാരൻ ഇത്ര ദാരിദ്ര്യം പിടിച്ച ആളോ എന്ന് വിചാരിച്ചിട്ട് അവർക്കൊക്കെ വിശ്വാസമാവില്ല. സുദാമാവ് പറയുമ്പോൾ അത് വിശ്വാസമാവില്ല. അപ്പോഴാണ് കണ്ണൻ അവിടെ നിന്ന് കാണുന്നത് സുദാമാവ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ കണ്ണൻ ഓടി വരും സുദാമാവിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് സുദാമാവിനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് സുദാമാവിനെ അകത്തോട്ട് വിളിച്ചു കൊണ്ടുപോകും. അപ്പോഴാണ് എല്ലാവരും അറിയണത്, കൊട്ടാരത്തിൽ എല്ലാവരും അറിയണത് ആരോ ഒരാൾ പ്രത്യേകമായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കൃഷ്ണൻ അവരെ കാണാൻ അങ്ങോട്ട് ഓടിപ്പോകുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും അവിടെ വന്ന് കൂടും. എന്നിട്ട് കണ്ണൻ എന്താ ചെയ്യുക, സുദാമാവിനെ അങ്ങോട്ട് കൊണ്ടുപോയി തൻ്റെ പീഠത്തിലൊക്കെ ഇരുത്തി കാലൊക്കെ കഴുകി കൊടുക്കും. ആരാ കാല് കഴുകി കൊടുക്കുന്നത്? നമ്മുടെ കണ്ണൻ. കണ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ കണ്ണൻ്റെ കാൽക്കലാണ് ശരണം പ്രാപിക്കുന്നത്. ആ കണ്ണനാണ് സുദാമാവിൻ്റെ കാല് കഴുകി കൊടുക്കുന്നത്. അപ്പോൾ കണ്ണൻ തന്നെക്കാളും ഉയരത്തിലാണ് തൻ്റെ ഭക്തനായ സുദാമാവിനെ വെച്ചിരിക്കുന്നത്. ആ സുദാമാവിൻ്റെ കാലൊക്കെ കഴുകി കൊടുക്കും. എന്നിട്ട് ഭക്ഷണം കൊടുക്കും. സുദാമാവിനെ അവിടെ തന്നെ നിൽക്കാൻ പറയും. ഒരു ദിവസം അവിടെ തന്നെ നിൽക്കാൻ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണനും സുദാമാവും അവരുടെ ചെറുപ്പകാലത്തിൽ ഗുരുകുലത്തിൽ പഠിച്ചതും ഓരോ കാര്യങ്ങൾ ചെയ്തതും വിറക് ശേഖരിക്കാൻ പോയതും അങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞിരിക്കും. ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണൻ സുദാമാവിനോട് ചോദിക്കുന്നത്, നീ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. സുദാമാവാണെങ്കിൽ അവിൽ പൊതിയാണെങ്കിൽ മറച്ചു പിടിച്ചിരിക്കുക. കാരണം ഇത്രയും വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന കണ്ണന് ഈ കുറച്ചൊരു അവിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണൻ എന്താ തോന്നുക? നാണക്കേടല്ലേ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് കണ്ണൻ ഇത് കൊടുക്കണത്. കണ്ണൻ്റെ പത്നിമാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണത് നാണക്കേടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് സുദാമാവിന് ഒരു മടിയായിരുന്നു അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കണ്ണൻ സുദാമാവിൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് മേടിക്കും. എന്നിട്ട് തുറക്കുമ്പോഴൊക്കെ സുദാമാവിന് നാണക്കേട്, അത് അവരൊക്കെ കണ്ട് എന്താ വിചാരിക്കുക എന്ന് ഓർത്തിട്ട്. പക്ഷെ കണ്ണനാണെങ്കിൽ അത് ഭയങ്കര സ്വാദോട് കൂടിയിട്ടാണ് കഴിക്കുക. ഒരു പിടി കഴിക്കും. ആ ഒരു പിടി കഴിക്കുന്നതിൽ നിന്ന് സുദാമാവിൻ്റെ പത്നിക്കും മക്കൾക്കും അവിടെ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം കിട്ടും. രണ്ടാമത്തെ പിടിയും കഴിക്കും. ആ ഒരു പിടി കഴിക്കുന്നതിൽ നിന്ന് സുദാമാവിൻ്റെ വീടെല്ലാതും വലിയ കൊട്ടാരം പോലെയാവും. എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടും അവിടെ. മൂന്നാമത്തെ പിടി കഴിക്കുന്ന സമയത്താണ് മഹാലക്ഷ്മിയുടെ അവതാരമായ രുക്മിണി ദേവി അവിടെ പോയിട്ട് കണ്ണൻ്റെ കൈ പിടിക്കും. എന്നിട്ട് പറയും, ഇനി അടുത്ത പിടി കൂടി അങ്ങ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സുദാമാവിൻ്റെ ദാസിയായിട്ട് മാറേണ്ടി വരും, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറയും. കാരണം എല്ലാ സുഖ സൗകര്യങ്ങളും അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു സുദാമാവിൻ്റെ വീട്ടിലോട്ട്. ഇനിയും കൊടുക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിക്ക് ചിലപ്പോൾ സുദാമാവിൻ്റെ ദാസിയായിട്ട് പോയി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് രുക്മിണി ദേവി അത് തടയും. അങ്ങനെ എന്നിട്ട് പിന്നെ അവിടെ തന്നെ ഒരു ദിവസം അവിടെ സുദാമാവ് കഴിയും. എന്നിട്ട് പിറ്റേ ദിവസം നീച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും. എന്നിട്ട് സുദാമാവനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കണ്ണനോട് ഇത് ചോദിക്കണമെന്ന് തന്നെ സുദാമാവനുണ്ടായിരുന്നില്ല. കാരണം കണ്ണൻ അങ്ങനെ അത്രയും നല്ല രീതിയിൽ സുദാമാവിനെ സൽക്കരിച്ചതൊക്കെ കണ്ടിട്ട് സുദാമാവിന് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് പോകുന്ന വഴിക്കൊക്കെ സുദാമാവ് ഇങ്ങനെ കണ്ണൻ സുദാമാവിനെ സൽക്കരിച്ചതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരിക്കും. പിന്നെ പെട്ടെന്ന് സുദാമാവിന് തോന്നുക, അയ്യോ ഞാൻ അങ്ങോട്ട് പോയത് എന്തിനായിരുന്നു, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് യാചിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ അത് മറന്നു പോയല്ലോ എന്ന് വിചാരിക്കും. ഇനി ഞാൻ വീട്ടിൽ പോയാൽ ഞാൻ എന്താ പറയുക പത്നിയോടും മക്കളോടൊക്കെ? അവരൊക്കെ എന്നെ പ്രതീക്ഷിച്ചിട്ടിരിക്കുകയാണല്ലോ, എന്തെങ്കിലും കൊണ്ടുവരും, അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് കൊണ്ടുവരും, ഭക്ഷണം കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരിക്കുമല്ലോ അവർ എന്നൊക്കെ വിചാരിച്ചിട്ട് സുദാമാവ് ഇങ്ങനെ നടക്കുമായിരുന്നു. നടന്ന് എത്തിയപ്പോൾ നോക്കുമ്പോൾ എന്താ, തൻ്റെ കുടിലിരുന്ന സ്ഥലത്താണ് ഒരു വലിയൊരു കൊട്ടാരം ഇരിക്കുന്നത്. സുദാമാവ് വിചാരിക്കുന്നത്, എന്താ അത്, ദ്വാരകയിലോട്ട് തന്നെ ഞാൻ തിരിച്ചു വന്നോ? ഇത് ദ്വാരക തന്നെയാണല്ലോ, ഞാൻ വഴി തെറ്റി പിന്നെ ദ്വാരകയിലോട്ട് തന്നെ വന്നോ എന്ന് വിചാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കൊട്ടാരത്തിൽ നിന്ന് സുദാമാവിൻ്റെ പത്നിയും മക്കളൊക്കെ ഇറങ്ങി വരുന്നത്. അവരാണെങ്കിലോ നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അത് കാണുമ്പോൾ സുദാമാവിന് അതിശയവും, ഇത് എന്താ അത് സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സുദാമാവിൻ്റെ പത്നി പറയും,
അങ്ങ് പോയതിന് ശേഷം ഇവിടെ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ കൂട്ടുകാരനായ കണ്ണൻ്റെ ലീലകളായിരിക്കും അതെന്നൊക്കെ പറയും. അപ്പോഴാണ് സുധാമാവിന് മനസ്സിലാവുക, താൻ ഒന്ന് ചോദിക്കാണ്ട് പോലും കണ്ണൻ എല്ലാം തന്നിരിക്കുന്നു തനിക്ക്. പക്ഷേ സുധാമാവിന് ആ കിട്ടിയതിൽ നിന്നൊന്നും അഹങ്കാരം ഉണ്ടാവില്ല കേട്ടോ. സുധാമാവിന് ആ കിട്ടിയതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയായിരുന്നു. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കണ്ണനെ തന്നെ ധ്യാനിച്ചിങ്ങനെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് സുധാമാവ് എങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ കണ്ണനെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അല്ലാണ്ട് ഈ എല്ലാ സുഖ സൗകര്യവും കിട്ടി എന്ന് വിചാരിച്ചിട്ട് അതിൽ മതിമറന്ന് പോകുന്നു അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതാണ് സുധാമാവിൻ്റെയും കണ്ണൻ്റെയും കഥ. അപ്പോൾ സുധാമാവ് ഇങ്ങനെയായിരുന്നു ദരിദ്രനായതും അപ്പോൾ അത് നമ്മുടെ കണ്ണൻ മാറ്റി കൊടുക്കുകയും ചെയ്തു. പിന്നെ കർമ്മഫലങ്ങൾ ഉണ്ടാവില്ലോ, അത് കണ്ണൻ്റെ കൂട്ടുകാരനായിട്ട് പോലും സുധാമാവിന് അനുഭവിക്കേണ്ടി വന്നു. ആ ശാപം കൊണ്ട് മാത്രമല്ലല്ലോ, നമ്മളുടെ കർമ്മഫലങ്ങളും നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരും ഓരോ ജന്മങ്ങളിലും. അതാണ് സുധാമാവ് അനുഭവിച്ചത്. പിന്നെ അതിൻ്റെ ശരിക്കുള്ള സമയമായപ്പോൾ കണ്ണത് മാറ്റി കൊടുക്കും ചെയ്തു. അല്ലാണ്ട് സുധാമാവ് കണ്ണത് മാറ്റി തന്നില്ലാച്ചിട്ട് കണ്ണനോട് എന്തെങ്കിലും വിരോധം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. കണ്ണന് അപ്പോഴും ഒരു കൂട്ടുകാരനായിട്ട് എന്നെ മനസ്സിൽ കൊണ്ട് നടന്നതും എല്ലാതും ചെയ്തത്. എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിയതിന് ശേഷം കണ്ണനെ മറന്നോ? ഇല്ല. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. എപ്പോഴെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും കിട്ടാൻ വൈകിയാൽ കണ്ണനോട് ഒരിക്കലും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. കണ്ണൻ കൃത്യസമയത്ത് നടത്തി തന്നോളും. പിന്നെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണനെ മറക്കാനും പാടില്ല. അങ്ങനെയാണ് നമ്മളുടെ ഭക്തി ആവേണ്ടത്, സുധാമാവിൻ്റെ പോലെ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.